സ്ലെഡ്ജിങ്ങിൻ്റെ പല അവസ്ഥാന്തരങ്ങൾ നമ്മൾ പല കാലത്തായി കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക ആദ്യ ടെസ്റ്റിൻ്റെ അവസാന ദിനം 5-ാം ദിനം യശസ്വി ജയ്സ്വാളും നിരോഷ് ഡീഖോലയും തമ്മിലുള്ള ഒരു സ്ലെഡ്ജിങ് നമ്മൾ കണ്ടിരുന്നു. നിരോഷ് ഡീഖോലയോട് സിക്സർ അടിക്കാൻ പ്രലോഭിപ്പിക്കുന്ന ജയ്സ്വാളിൻ്റെ തന്ത്രം. അവസാനം ആ തന്ത്രത്തിൽ വീണുകൊണ്ട് ഡീഖോല ചോദിക്കുന്നു, ഞാൻ സിക്സർ അടിക്കുകയാണെങ്കിൽ എന്നെ IPL എടുക്കുമെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് യശസ്വി ജയ്സ്വാൾ യെസ്, എന്തുകൊണ്ടില്ല എന്ന രീതിയിൽ അദ്ദേഹത്തിന് പ്രചോദനം നൽകുന്നു. അടുത്ത പന്തിൽ സിക്സർ അടിക്കാൻ ശ്രമിക്കുന്നു, ഡിഖോലെ പുറത്താക്കുന്നു. ആ വിക്കറ്റിൻ്റെ ക്രെഡിറ്റ് പൂർണ്ണമായിട്ടും ജയ്സ്വാളിനായിരുന്നു. സ്ലെഡ്ജിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് സ്ലെഡ്ജിങ്ങുകൾ പെട്ടെന്ന് ഓർമ്മ വരാറുണ്ട്. എങ്കിൽ കൂടിയും ഏറ്റവും പ്രധാനമായ കുപ്രസിദ്ധമായ ഒരു സ്ലെഡ്ജിംഗ് എന്നുള്ളത് 2003 മാർച്ച് 12 നടന്ന ഒരു സ്ലെഡ്ജിംഗ് ആണ്. ഗ്ലെൻ മെഗ്രാത്തും അതുപോലെ വെസ്റ്റ് ഇൻഡീസിൻ്റെ രാം നരേഷ് സർവനും തമ്മിലുള്ള സ്ലെഡ്ജിംഗ്. അന്ന് അതിർവരമ്പുകൾ കടക്കുകയും ആ സമയത്ത് സ്ലെഡ്ജിങ്ങിൻ്റെ എല്ലാ രീതിയിലുമുള്ള ആവേശവും അതുപോലെ തന്നെ അത് വേറെ രീതിയിലുള്ള ഒരു വേർബൽ ഫയറായി അല്ലെങ്കിൽ വേർബൽ സ്പാറ്റായി മാറുകയും ചെയ്തു. രാം നരേഷ് സർവനും ഗ്ലെൻ മെഗ്രാത്തും രണ്ട് മല്ലന്മാരെ പോലെ പരസ്പരം ഇടികൂടാനായി നടന്നെടുത്ത സംഭവങ്ങളിലൊന്നായിരുന്നു. ലോക ക്രിക്കറ്റിൽ ഇപ്പോഴും ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ നിറമുള്ള ഓർമ്മകളിൽ ഒന്നാണ് ഇരുവരും തമ്മിലുള്ള ആ ഒരു സ്ലെഡ്ജിംഗ്. അന്ന് എല്ലാ അതിർത്തിയും ലംഘിക്കപ്പെട്ട ഒരു സ്ലെഡ്ജിംഗ് തന്നെയായിരുന്നു അത്. ആ ഒരു വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് ഓസ്ട്രേലിയ സീരീസിലേക്ക് വരുമ്പോൾ ആ സമയത്ത് തന്നെയാണ് മെഗ്രാത്തിൻ്റെ ഭാര്യയായ ജെയിൻ ക്യാൻസർ ബാധിതയായി ചികിത്സയിൽ നിൽക്കുന്ന സമയമായിരുന്നു. ആ ഒരു ടെസ്റ്റ് സീരീസിൻ്റെ ആദ്യ 2 ടെസ്റ്റ് മത്സരങ്ങളിലും മെഗ്രാത്ത് കളിച്ചിരുന്നില്ല. ഭാര്യ ജെയിനിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അവരെ ചികിത്സിക്കാൻ അവർക്കൊപ്പം നിൽക്കുകയായിരുന്നു ഗ്ലെൻ മെഗ്രാത്ത്. പക്ഷേ ഈ 2 ടെസ്റ്റ് മത്സരങ്ങളും ഓസീസ് ജയിക്കുകയുണ്ടായി, 2-0 മുന്നിലെത്തുകയുണ്ടായി. 3-ാം ടെസ്റ്റിലാണ് മെഗ്രാത്ത് ആ സീരീസിൽ ആദ്യമായി പന്തെറിയുന്നത്, അദ്ദേഹം പ്ലേയിങ് 11-ൽ ഉൾപ്പെടുന്നത്. ഭാര്യ ജെയിൻ തന്നെ, താങ്കൾ ക്രിക്കറ്റ് പോയിട്ട് കളിച്ചോളൂ, എൻ്റെ അടുത്ത് കൂടുതൽ നിൽക്കേണ്ട, ഞാൻ ഒരു നോർമൽ ലൈഫാണ് ആഗ്രഹിക്കുന്നത്, ഞാനൊരു രോഗിയായി കാണപ്പെടാനല്ല ആഗ്രഹിക്കുന്നത് എന്ന തരത്തിൽ പറഞ്ഞതിന് ശേഷം മാത്രമാണ് മെഗ്രാത്ത് ഭാര്യയെ വിട്ടുകൊണ്ട് 3-ാം ടെസ്റ്റ് കളിക്കാനിറങ്ങിയത്. മെഗ്രാത്തിനെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പന്തുകളുടെ കൃത്യത നമുക്കറിയാം. അദ്ദേഹം കൃത്യമായും ഓഫ് സൈഡിന് പുറത്ത് പന്തുകൾ എറിഞ്ഞുകൊണ്ട് കൊറിഡോർ ഓഫ് അൺസെർട്ടനിറ്റിയിൽ പന്തുകൾ എറിഞ്ഞുകൊണ്ട് ബാറ്റ്സ്മാൻമാരെ വട്ടം കറക്കുന്ന സമയമാണിത്. ലോക ക്രിക്കറ്റിലെ അധികാരായ സച്ചിനും ദ്രാവിഡും ഇൻസമാവും ലാറയും ഒക്കെ പലപ്പോഴും മെഗ്രാത്തിന് മുന്നിൽ വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പന്തുകളിൽ റൺസ് എടുക്കുക എന്നത് അത്രയും എളുപ്പമായിരുന്നില്ല ഒരു ഘട്ടത്തിൽ. അദ്ദേഹത്തിൻ്റെ വിക്കറ്റുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും, അദ്ദേഹം ബോൾഡ് ആക്കിയിട്ടല്ല, അതായത് കുറ്റിത്തെറിപ്പിച്ചിട്ടുള്ള പന്തുകളല്ല അദ്ദേഹത്തിൻ്റെത് പലതും. അദ്ദേഹത്തിൻ്റെ വിക്കറ്റുകളിൽ ഭൂരിഭാഗവും ഒന്നുകിൽ വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് നൽകിയോ അല്ലെങ്കിൽ സ്ലിപ്പിലേക്കോ, 3rd സ്ലിപ്പിലേക്കോ 2nd സ്ലിപ്പിലേക്കോ ക്യാച്ച് നൽകിയോ ആണ് അദ്ദേഹം കൂടുതൽ വിക്കറ്റുകളും എടുക്കാറുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പന്തുകളിൽ അവസാനം ക്ഷമകെട്ട് ബാറ്റ്സ്മാൻ റൺസ് എടുക്കാൻ അറ്റാക്കിംഗ് മൂഡിലേക്ക് വരുമ്പോൾ അതൊരു എഡ്ജായി വിക്കറ്റായി മാറുന്ന പതിവാണ് നമ്മൾ ആ സമയത്ത് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അങ്ങനെ 3-ാം ടെസ്റ്റിലേക്ക് മെഗ്രാത്ത് തിരിച്ചെത്തുന്നു. അദ്ദേഹത്തിന് ആ മത്സരത്തിൽ വിക്കറ്റുകളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും വളരെ ടൈറ്റായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പന്തുകൾ എറിഞ്ഞിരുന്നത്. ഏതാണ്ട് 30 ഓവറോളം പന്തുകൾ എറിഞ്ഞ മെഗ്രാത്ത് വെറും 70-ൽ താഴെ റൺസ് മാത്രമാണ് ആ 3-ാം ടെസ്റ്റിൽ വഴങ്ങിയത്. അപ്പോൾ 3-0 ഓസ്ട്രേലിയ മുന്നിലെത്തുന്നു. ഇനിയുള്ളത് 4-ാം ടെസ്റ്റാണ്. ഈ 4 ടെസ്റ്റുകളുടെ പരമ്പരയിൽ 4-ാം ടെസ്റ്റും കൂടി ജയിച്ചുകൊണ്ടൊരു വൈറ്റ് വാഷ് മൂഡിലായിരുന്നു ഓസ്ട്രേലിയ 4-ാം ടെസ്റ്റിനിറങ്ങിയത്. 4-ാം ടെസ്റ്റിലേക്ക് വരുമ്പോൾ ആദ്യം ഓസ്ട്രേലിയയാണ് ബാറ്റിംഗ് ഇറങ്ങിയത്. ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് നിര 240 റൺസിൽ ഒതുങ്ങുന്നു. ജെർമെയിൻ ലോസന്റെ ഹാട്രിക്കാണ് ഓസീസിനെ തകർക്കുന്നത്. അങ്ങനെ വിൻഡീസ് 240-ൽ ഓസ്ട്രേലിയയെ ഒതുക്കി വിൻഡീസ് ബാറ്റിംഗ് ഇറങ്ങുന്നു. ബ്രയാൻ ലാറയുടെ മികവിൽ അദ്ദേഹത്തിൻ്റെ 50 മാത്രമായിരുന്നു വിൻഡീസിൻ്റെ ഫസ്റ്റ് ഇന്നിങ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. വിൻഡീസിൻ്റെ സ്കോറും 240 റൺസിൽ ഒതുങ്ങുന്നു. 2-ാം ഇന്നിങ്സിൽ ഓസ്ട്രേലിയ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അവരുടെ സ്കോർ 417-ലേക്ക് എത്തുന്നു. അതായത് അവസാന ദിവസങ്ങളിൽ അവസാന ഇന്നിങ്സിൽ വെസ്റ്റ് ഇൻഡീസിന് ജയിക്കാൻ 417 റൺസ് വേണം. ആ ഒരു സിറ്റുവേഷനിൽ വീണ്ടും വെസ്റ്റ് ഇൻഡീസ് ബാറ്റിംഗിന് ഇറങ്ങിയപ്പോൾ 3 വിക്കറ്റ്, ഏതാണ്ട് 77 റൺസ് നേടിയപ്പോൾ തന്നെ 3 വിക്കറ്റുകൾ വെസ്റ്റ് ഇൻഡീസിൻ്റെതായി നഷ്ടമാകുന്നു. 3 വിക്കറ്റുകൾ നഷ്ടമായതോടുകൂടി വെസ്റ്റ് ഇൻഡീസ് വീണ്ടും മറ്റൊരു തോൽവിയിലേക്ക് എന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് രാം നരേഷ് സർവനും ശിവനാരായൺ ചന്ദ്രപോളും ചേർന്നൊരു കൂട്ടുകെട്ട് പടുത്തുയർത്തുന്നത്. 165 റൺസിൻ്റെ കൂട്ടുകെട്ട് ഇവർ പടുത്തുയർത്തി തുടങ്ങിയതോടെ ഓസ്ട്രേലിയൻ ബോളർമാർ കുറച്ചുകൂടി പരിഭ്രാന്തരാകുന്നു, അവർ നെർവസ് ആകുന്നു. മെഗ്രാത്തിനൊന്നും ആ സമയത്ത് ഇവരുടെ വിക്കറ്റ് എടുക്കാൻ വേണ്ടി മെഗ്രാത്ത് തൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും സർവനും ചന്ദ്രപോളും ചെറുത്തുനിൽപ്പ് തുടരുന്നു. അതോടുകൂടി ഒരു ഘട്ടത്തിൽ മെഗ്രാത്തിന് നിയന്ത്രണം വിടുന്ന അവസ്ഥ വരികയുണ്ടായി. ആ സമയത്ത് രാം നരേഷ് സർവനാവട്ടെ ഈ 2 പേരിൽ ഏറ്റവും ആക്രമണാത്മകമായി കളിച്ചത് സർവനായിരുന്നു. സർവൻ അന്ന് 139 പന്തിൽ സെഞ്ചുറി അടിക്കുകയുണ്ടായി. അപ്പോൾ സർവൻ്റെ വിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒരുപാട് മെഗ്രാത്ത് ശ്രമിക്കുന്നുണ്ടെങ്കിലും സർവൻ അതിലൊന്നും വീഴുന്നില്ല, സർവൻ്റെ വിക്കറ്റ് വീഴുന്നില്ല. അതോടുകൂടി രാം നരേഷ് സർവൻ്റെ അടുത്ത് ചെന്ന് മെഗ്രാത്ത് സ്ലെഡ്ജ് ചെയ്യാൻ തുടങ്ങുന്നു.
നമുക്കറിയാം സ്ലെഡ്ജിങ്ങിൻ്റെ ആശാന്മാരാണ് ഓസ്ട്രേലിയൻ താരങ്ങൾ. ഡേവിഡ് ബൂണും അതുപോലെ തന്നെ അലൻ ബോർഡറും ഡെന്നിസ് ലിലിയും ജെഫ് തോംസണും അടക്കമുള്ള ഒരു പഴയ തലമുറ സ്ലെഡ്ജിങ്ങിൻ്റെ ആശാന്മാരായിരുന്നു. അതിനുശേഷം വന്ന റിക്കി പോണ്ടിങ് ആവട്ടെ, മാത്യു ഹെയ്ഡൻ ആവട്ടെ, ഷെയ്ൻ ബോൺ ആവട്ടെ, അതിനും ശേഷം വന്ന മൈക്കൽ ക്ലാർക്ക് ആവട്ടെ, ഡേവിഡ് വാർണർ ആവട്ടെ, ഇവരൊക്കെയും ഇതേപോലെ തന്നെ സ്ലെഡ്ജിങ്ങിന് പേര് കേട്ടവരാണ്. ഡേവിഡ് വാർണറും ജോ റൂട്ടും ഈ സ്ലെഡ്ജിങ്ങിൻ്റെ പുറത്ത് തല്ലുകൂടിയ അവസ്ഥ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. റിക്കി പോണ്ടിങ്ങിൻ്റെ സ്ലെഡ്ജിങ് പ്രസക്തമാണ്. ഷെയ്ൻ ബോൺ ഒരിക്കൽ ഇത് ഓസ്ട്രേലിയക്ക് വേണ്ടി അല്ലാത്ത കളിയിലാണെങ്കിൽ കൂടി ഒരു T20 മത്സരത്തിൽ മർലോൺ സാമുവൽസിൻ്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് ജേഴ്സി പിടിച്ചു വലിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അത്രയും പേര് കേട്ടവരാണ് ഓസ്ട്രേലിയൻ താരങ്ങൾ അവരുടെ സ്ലെഡ്ജിങ്ങിൻ്റെ പേരിൽ. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ മെഗ്രാത്ത് ഇതേപോലെ തന്നെ രാംനരേഷ് സർവൻ്റെ അടുത്ത് ചെന്ന് വിക്കറ്റ് കിട്ടാതെ ആയപ്പോൾ സഹി കെട്ടുകൊണ്ട് സർവനെ സ്ലെഡ്ജ് ചെയ്യാൻ തുടങ്ങുന്നു. ബ്രയാൻ ലാറയുമായി ചേർത്തുകൊണ്ട് ഒരു കമൻറ്റ് അദ്ദേഹം സർവനെ നേരെ പറയുന്നു. സർവൻ ആ സമയത്ത് ഒന്നും ആലോചിക്കാതെ മെഗ്രാത്തിന് മറുപടി കൊടുക്കുന്നു. തൻ്റെ ഭാര്യയോട് പോയി ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മെഗ്രാത്തിന് മറുപടി കൊടുക്കുന്നു. ഇതോടുകൂടി മെഗ്രാത്തിൻ്റെ നിയന്ത്രണം വിടുകയാണ്. മെഗ്രാത്ത് സർവൻ തൻ്റെ ഭാര്യയെ ചേർത്തുകൊണ്ട് ഇങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞതോട് കൂടിയിട്ട് മെഗ്രാത്ത് നിയന്ത്രണം വിടുകയും സർവൻ്റെ ജേഴ്സിയിൽ പിടിച്ചു വലിക്കുകയും നിൻ്റെ കഴുത്ത് ഞാൻ അറുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അലറുന്നു. ആ സമയത്തേക്ക് അമ്പയറും മറ്റു താരങ്ങളും ഒക്കെ പിടിച്ചു വലിച്ചില്ലായിരുന്നെങ്കിൽ അവിടെ ഒരു ഫൈറ്റ് തന്നെ നടക്കുമായിരുന്നു. ആ സമയത്ത് അമ്പയറും അതുപോലെ തന്നെ ജസ്റ്റിൻ ലാംഗർ അടക്കമുള്ള ഓസ്ട്രേലിയൻ താരങ്ങൾ മെഗ്രാത്തിനെ മാറ്റുന്നു. മാത്യു ഹെഡൻ അടക്കമുള്ളവർ മാറ്റുന്നു. മെഗ്രാത്തിനെയും സർവനെയും ശാന്തരാക്കുന്നു. ഇരുവരും ആ സമയത്തും വാക്കേറ്റത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ സ്ലെഡ്ജിങ്ങുകളിൽ ഒന്നായി അത് മാറുകയും ചെയ്തു. ആ ഒരു മത്സരത്തെക്കുറിച്ച് പിന്നീട് ഉള്ള ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ജസ്റ്റിൻ ലാംഗർ ഏതാണ്ട് ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് ആ സമയത്ത് തന്നെ സർവൻ ആ മത്സരശേഷം മെഗ്രാത്തിനോട് മാപ്പ് പറഞ്ഞു എന്നാണ്. സർവന് കൃത്യമായിട്ടും മെഗ്രാത്തിൻ്റെ ഭാര്യയുടെ ചികിത്സയെക്കുറിച്ചോ അല്ലെങ്കിൽ ഭാര്യ ക്യാൻസർ ബാധിതയാണ് എന്നതിനെക്കുറിച്ചോ ഒന്നും അറിയുമായിരുന്നില്ല. ആ ഒരു ലാറയെ ചേർത്തുകൊണ്ട് ഉള്ള ഒരു കമൻറ്റ് പറഞ്ഞപ്പോൾ അതിന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വായിൽ തോന്നിയ ഒരു മറുപടി എന്ന രീതിയിൽ തൻ്റെ ഭാര്യയോട് ചോദിക്കുക എന്ന് പറയുകയായിരുന്നു എന്നാണ് ജസ്റ്റിൻ ലാംഗർ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. മത്സരശേഷം തന്നെ രാംനരേഷ് സർവൻ ക്യാൻസർ ബാധിതയായ ഭാര്യയെ ചേർത്തുകൊണ്ട് അങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞതിൽ ക്ഷമ ചോദിക്കുകയും ചെയ്തിരുന്നത്രേ. പക്ഷേ മെഗ്രാത്തിൻ്റെ മറുപടി ക്ഷമയുടെ ആവശ്യമൊന്നുമില്ല എന്ന രീതിയിലുള്ള ഒരു പരുക്കൻ മാറ്റിലുള്ള മറുപടിയായിരുന്നു മെഗ്രാത്തിൻ്റെ ഉള്ളിൽ നിന്നും അപ്പോഴും ഉണ്ടായത്. അപ്പോൾ ക്രിക്കറ്റ് ചരിത്രത്തിലെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന, അതായത് അതിർവരമ്പുകൾ ലംഘിക്കപ്പെട്ട് രണ്ടുപേർ മല്ലന്മാരെ പോലെ ചാടിയെടുത്ത് അടിക്കാൻ നിന്ന ഒരു സ്ലെഡ്ജിങ്ങളിൽ ഒന്നാണ് രാംനരേഷ് സർവൻ വേഴ്സസ് ഗ്ലെൻ മെഗ്രാത്ത് സ്ലെഡ്ജ്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വളരെ ലേറ്റ് ആയിട്ടുള്ളൊരു വേർഷൻ മാത്രമാണ് നമ്മൾ ആദ്യ ടെസ്റ്റിൽ നിരോഷ് ഡെക്കോലെ അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാൾ സ്ലെഡ്ജായിട്ട് കണ്ടത്. അപ്പോൾ സ്ലെഡ്ജിങ്ങുകളിലെ ഒരു ബാറ്റ്സ്മാന് നേരെ ഒരു ബോളർ നേർക്കെത്തിക്കൊണ്ട് നമ്മുടെ മനസ്സിൽ അത്രയും വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ രണ്ട് മല്ലന്മാരെ പോലെ മെഗ്രാത്തും സർവനും ആക്രമിച്ച് 2003 മാർച്ച് 12 ആ സ്ലെഡ്ജ് ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. കഴിഞ്ഞ ദിവസത്തെ സ്ലെഡ്ജിങ് കണ്ടപ്പോഴും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ആ സ്ലെഡ്ജിങ് ആണ്. മെഗ്രാത്ത് വേഴ്സസ് രാംനരേഷ് സർവൻ സ്ലെഡ്ജ്.